ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സിഫി. ഞാൻ ഫിത. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സ്പൈഡർ വെബ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് 8 ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഈ ലൈൻസ് ഓരോന്നും ഓരോ സ്റ്റിച്ച് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഓരോ ലൈനിലേക്കും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ലൈൻസിലും നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് സെൻറ്ററിൽ നിന്ന് വീണ്ടും ഒരു ത്രെഡ് മേലേക്ക് എടുത്തിട്ട് ഇതിൽ ഓരോ ലൈൻ്റെയും ചുറ്റിലുമായിട്ട് നമ്മൾ ഓരോ ലൂപ്പ് ഇട്ടിട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂപ്പ് ഇടുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ലൈനിൻ്റെ മേലെ ലൂപ്പ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ലൈനിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ തൊട്ടടുത്തതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നീഡിൽ പുറത്തേക്ക് വലിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ ലൂപ്പ് ഇടുന്നതും അടുത്തടുത്ത് വരുന്ന രീതിയിൽ, സെൻറ്ററിലേക്ക് ലൂപ്പ് അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓരോ തവണ ലൂപ്പ് എടുക്കുന്ന സമയത്തും നമ്മൾ ത്രെഡ് കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഓരോ ലൈനിൻ്റെ മേലെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചുറ്റിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്പൈഡർ വെബ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.